ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പത്രമാറ്റിലെ വരാനിരിക്കുന്ന എപ്പിസോഡിൻ്റെ ഏറ്റവും പുതിയ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നയന മനഃപൂർവ്വം അവളുടെ ബാഗ് വണ്ടിയിൽ മറന്നു വെച്ചിട്ട് അവിടെ മുന്നിൽ വരാണ്. അപ്പോൾ പിന്നാലെ ആദർശ് ബാഗുമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടിട്ട് ദേവയാനിക്ക് വളരെയധികം ദേഷ്യം വരികയാണ് ആദർശിൻ്റെ കയ്യിൽ ബാഗ് കണ്ടിട്ട്. അങ്ങനെ ആദർശാണെന്നുണ്ടെങ്കിൽ എല്ലാവരും നോക്കി നിൽക്കുന്നത് കണ്ടിട്ട് അവളുടെ കയ്യിൽ നേരിട്ട് കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് അവിടെ ഉണ്ടായിരുന്ന വേലക്കാരിയെ വിളിക്കുകയാണ്. മീനാക്ഷി, ഇങ്ങോട്ട് വന്ന് ഈ ബാഗ് അവൾക്ക് കൊണ്ടുപോയി കൊടുത്ത്. ഇവിടെ ആരും രാജകുമാരിമാരൊന്നും രാജ്ഞിമാരൊന്നല്ല. അവരവരുടെ സാധനങ്ങൾ അവരവർ തന്നെ എടുത്തുകൊണ്ട് വരണം. അതെടുക്കാനായിട്ട് ഒരാളും പിന്നാലെ വരാനൊന്നും പോകുന്നില്ല. നീ ഇനി മനഃപൂർവ്വം അത് കാറിൽ മറന്നു വെച്ചാണോ? ഇനി അടുക്കാനായിട്ട് വേറെ ആരെങ്കിലും വിടാൻ വേണ്ടിയിട്ടായിരുന്നോ ബാഗ് അവിടെ മറന്നു വെച്ചത്? ഇത് അവൾക്ക് കൊണ്ടുപോയി കൊടുക്ക് എന്ന് പറഞ്ഞുകൊണ്ട് മീനാക്ഷിയുടെ കയ്യിലേക്ക് ആദർശ് ആ ബാഗ് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് കണ്ടിട്ട് ജലജയ്ക്ക് ചിരി വരുന്നുണ്ട്. അപ്പോൾ ജലജയുടെയൊക്കെ ഈ ഒരു പ്രകടനം കണ്ടിട്ട് ദേവയാനിക്ക് വീണ്ടും ദേഷ്യം കൂടുകയാണ്. ഇതെല്ലാം കണ്ടിട്ട് ആകെ കലികേറി നിൽക്കുകയാണ് ദേവയാനി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ദേവയാനി അവിടെ നിന്ന് ഒന്ന് സംസാരിക്കാതെ നേരെ റൂമിലേക്ക് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് നയനയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഉള്ള ചായ ആയിട്ട് വരുന്നുണ്ട്. അങ്ങനെ നേരെ മുത്തശ്ശിയുടെ അടുത്തേക്ക് കൊണ്ടുപോയി ചായ കൊടുക്കുകയാണ്. അപ്പം മുത്തശ്ശി അവളുടെ കയ്യിൽ നിന്നും ചായ എടുക്കാനായിട്ട് സംസാരിക്കാനായിട്ട് തുടങ്ങുന്ന സമയത്താണ് ദേവയാനി പറഞ്ഞ കാര്യം ഓർമ്മ വരുന്നത്. അവളോട് ആരും ഇവിടേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സംസാരിക്കരുതെന്നുള്ളൊരു കാര്യം. ഇനിയിപ്പോൾ ഞാൻ അവളുടെ കയ്യിൽ നിന്ന് ചായ വാങ്ങിച്ചു കുടിച്ച് സംസാരിച്ചു എന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ട് അവൾ ഇനി അടുത്തൊരു പ്രശ്നം ഉണ്ടാക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് മുത്തശ്ശി ചായ എടുക്കാതെ നിൽക്കുന്നുണ്ട്. അപ്പം നായനെ ചോദിക്കുന്നുണ്ട്, എന്താണ് മുത്തശ്ശി ചായ എടുക്കാത്തതെന്ന്. അപ്പം മറുപടി ഒന്നും പറയാൻ പറ്റാതെ ആകെ ധർമ്മസങ്കടത്തിലായ മുത്തശ്ശിയാണെന്നുണ്ടെങ്കിൽ നേരെ അവിടെ നിന്നും ഒന്നും മിണ്ടാതെ എണീറ്റ് പോവുകയാണ്. പിന്നീട് നേരെ ചെല്ലുന്നത് ദേവയാനി അടുത്തേക്കാണ്. അപ്പോൾ ദേവയാനിയുടെ അടുത്ത് ചെന്നിട്ട് ഇന്നാ ചായ എന്ന് പറയുമ്പോൾ ദേവയാനി പറയുന്നുണ്ട്, ജാനകി, ഇവിടെ പണികളൊക്കെ ചെയ്യാൻ ഇവിടെ ആളുകളൊക്കെ ഉണ്ട്. ഇവളെ കൊണ്ട് ഇനി ഒരു പണി എടുപ്പിക്കേണ്ട കാര്യമില്ല. അതിനല്ല ഇവിടെ ആളുകളുണ്ട്, എനിക്ക് വല്ല ചായയും വേണ്ട എന്ന് ദേവയാനി ഉറക്കെ പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും പോവുകയാണ്. അങ്ങനെ നവ്യയുടെ അടുത്തേക്ക് അടുത്ത ചായ ആയിട്ട് കൊണ്ടുവരുമ്പോൾ അവളും ഒന്നും മിണ്ടാതെ ചായ എടുക്കാതെ അവിടെ നിന്നും നവ്യയും നയനയെ അവഗണിച്ച് പോകുന്നുണ്ട്. പിന്നീട് അവിടെ ബാക്കി ഉണ്ടായിരുന്നത് ജാനകി മാത്രമാണ്. അങ്ങനെ ജാനകിയുടെ അടുത്തേക്കാണ് നയന വരുന്നത്. ഇനി അവളോട് എന്തെങ്കിലും സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദേവയാനി എന്തെങ്കിലും വലിയ പ്രശ്നമുണ്ടാക്കുമോ എന്ന് പേടിച്ചിട്ട് നയനെ കാണുന്ന രീതിയിൽ ഹലോ, ഒന്നും കേൾക്കുന്നില്ലല്ലോ, എന്താണ് പറഞ്ഞത് എന്നും പറഞ്ഞുകൊണ്ട് ഫോണിൽ സംസാരിക്കുന്ന പോലെ അവിടെ നിന്നും ജാനകിയും ഒഴിഞ്ഞു മാറുകയാണ്. അപ്പോൾ എല്ലാവരും അവളിൽ നിന്നും മാറി നിൽക്കുന്നത് കണ്ടപ്പോൾ അവൾക്ക് മനസ്സിലായി, എന്നിൽ നിന്നും മനഃപൂർവ്വം എല്ലാവരും സംസാരിക്കാതെ എൻ്റെ മുഖം മറിച്ച് പോകുന്നതാണെന്നുള്ളൊരു കാര്യം. അപ്പോൾ അമ്മയെങ്ങാനും പറഞ്ഞിട്ടുണ്ടാവും ഇവിടെയുള്ളവരടുത്ത് എൻ്റെ അടുത്ത് സംസാരിക്കരുതെന്ന്. അതുകൊണ്ടായിരിക്കാം എല്ലാവരും ഇങ്ങനെ എന്നോട് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളൊരു അനുമാനത്തിലേക്ക് നയന വന്ന് എത്തിച്ചേരുകയാണ്. പിന്നീട് കാണിക്കുന്നത് നന്ദുവിനെയും അനിയുമാണ്. അനിയാണെന്നുണ്ടെങ്കിൽ ബൈക്ക് പെട്ടെന്ന് തന്നെ പാർക്ക് ചെയ്തിട്ട് ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് നന്ദുവിൻ്റെ അടുത്ത് നിന്നും ഒന്ന് മാറി നിൽക്കുകയാണ്. വേറെ എങ്ങോട്ടല്ല അനി മാറി നിന്നത്, അവൻ്റെ ആരാധിക ഹോട്ടലിലേക്ക് വരുമെന്നും അവിടെ വെയിറ്റ് ചെയ്യണമെന്നും അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളെ കാണാനായിട്ടാണ് ബൈക്ക് നന്ദുവിനെ ഏൽപ്പിച്ചുകൊണ്ട് നേരെ തന്നെ റെസ്റ്റോറൻറ്റിലേക്ക് പോയിരിക്കുന്നത്. അവിടെ കുറേ നേരം നിന്നിട്ടും അവളെ കാണാതായിട്ട് ആകെ ചമ്മി നാറി അവൻ അങ്ങോട്ട് നന്ദുവിൻ്റെ അടുത്തേക്ക് തന്നെ തിരിച്ചു വരികയാണ്. ആ സമയമാണെന്നുണ്ടെങ്കിൽ ആ ബൈക്ക് അവരുടെ കയ്യിൽ ഏൽപ്പിച്ചു പോയത് കൊണ്ട് നന്ദുവിന് പോകാൻ പറ്റാത്തതായിട്ട് അവൾക്ക് വന്ന ദേഷ്യത്തിന് ആ വണ്ടിയാണെന്നുണ്ടെങ്കിൽ ലേലത്തിൽ വിൽക്കാനായിട്ട് പോകുന്നുണ്ട്. അങ്ങനെ നന്ദു ഏറ്റവും വില കുറച്ചിട്ട് ബൈക്കിന് വില പറയുകയാണ്. അപ്പോൾ ആളുകളൊക്കെ കൂടി നിന്നിട്ട് അതിലൊരു 1000-2000 രൂപ ഒക്കെ കൂട്ടി വിളിക്കുന്നുണ്ട്. അപ്പോൾ ഈ ലേലം വിളി കയറ്റിക്കൊണ്ടാണ് അങ്ങോട്ട് അനി വരുന്നത്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നീ എന്താണ് ചെയ്യുന്നത്? എൻ്റെ ബൈക്ക് വിൽക്കാനായിട്ട് നോക്കുന്നുണ്ടോന്ന്. അല്ലാതെ പിന്നെ എന്നെ ഏൽപ്പിച്ച് പോയിട്ടുണ്ടെങ്കിൽ എനിക്കിത് നോക്കിക്കൊണ്ട് നിൽക്കാനായിട്ട് പറ്റില്ല, അതുകൊണ്ട് ഞാൻ ലേലത്തിന് കൊടുക്കാനായിട്ട് പോവുകയാണെന്ന് പറയുകയാണ്. അപ്പോൾ ചുറ്റും കൂടി ഇന്ന് ആൾക്കാർ പറയുന്നുണ്ട്, ഓരോ തുക 1000 രൂപ വെച്ചിട്ട് കയറ്റി വിളിക്കുകയാണ്. അപ്പോൾ പറയുന്നുണ്ട്, ഈ ബൈക്ക് വിൽക്കാനൊന്നും പോകുന്നില്ല, ഇതെൻ്റെ ബൈക്കാണ്, അതുകൊണ്ട് ഇതൊരാൾ ലേലം വിളിക്കാനായിട്ട് നിൽക്കണ്ട എന്ന് അനി അവിടെ എല്ലാവരോടും പറയുകയാണ്. അപ്പം നന്ദു ചോദിക്കുന്നുണ്ട്, നീ എൻ്റെ അടുത്ത് ബൈക്ക് ഏൽപ്പിച്ചിട്ട് പോയിട്ട് എന്തായി എന്ന് ചോദിക്കുകയാണ്. അത് ഞാൻ അനാമികനെ കാണാനായിട്ട് തന്നെ പോയത്, അവിടെ അത്ര നേരം കാത്തു നിന്നിട്ട് അവൾ വന്നില്ല, വേറൊരു പെൺകുട്ടിക്കാണ് കണ്ടത് എന്ന് പറയുകയാണ്. അവിടെ കല്യാണവും കഴിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ പിന്നെ നോക്കാനൊന്നും നിന്നില്ല എന്ന് പറയുകയാണ്. ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ, ഈ കേടായ വണ്ടി വെച്ച് നമുക്ക് ഇനിയിപ്പോൾ മുന്നോട്ട് പോകാനായിട്ട് പറ്റില്ല, അതുകൊണ്ട് ഇത് വർക്ക്ഷോപ്പിലേക്ക് വിളിച്ച് പറഞ്ഞ് വണ്ടി റെഡിയാക്കാനായിട്ട് പറയണം. അത് മാത്രമല്ല നമുക്ക് ഇവിടെ നിന്ന് ഓട്ടോയിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് നന്ദുവും അനിയും കൂടി അവിടെ നിന്നും ഓട്ടോയിൽ കയറി പോവുകയാണ്.
പിന്നീട് കാണിക്കുന്നത് നയൻ അങ്ങനെ വിഷമിച്ചിട്ട് അടുക്കളയിൽ നിൽക്കുകയാണ്. ആ സമയം അവിടേക്ക് ജാനകി വരുന്നുണ്ട്. അപ്പോൾ ജാനകി വന്നിട്ട് പച്ചക്കറി കരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നയനെ വിഷമിച്ചിരിക്കുന്നത് കണ്ടിട്ട് ജാനകിയുടെ അടുത്ത് പോയിട്ട് ചോദിക്കുകയാണ്, എന്താണ് ചെറിയമ്മ എന്നോട് ആരും സംസാരിക്കുന്നത്, എന്താണ് പ്രശ്നം, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എന്ന് ചോദിക്കുകയാണ്. ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് തുറന്നു പറഞ്ഞോടെ, ഇവിടെ ആരെങ്കിലും എന്നോട് സംസാരിക്കേണ്ട എന്ന് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ആ സമയം ജാനകി ഒരു പേപ്പർ എടുത്തുകൊണ്ട് വന്നിട്ട് അതിൽ എഴുതുകയാണ് ഉണ്ടായ സംഭവങ്ങളെല്ലാം. എന്നിട്ട് പറയുന്നുണ്ട്, ദേവയാനി ഇവിടെയുള്ള എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടോ നിന്നോട് സംസാരിക്കരുതെന്ന്, സംസാരിച്ചു കഴിഞ്ഞാൽ അതൊരു വലിയ വിഷയമായി മാറുമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ആരും നിന്നോട് സംസാരിക്കാത്തത് എന്നുള്ളൊരു കാര്യം ജാനകി എഴുതി കൊടുക്കുകയാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ നയന മനസ്സിൽ വിചാരിച്ച പോലെ തന്നെയാണ് കാര്യങ്ങളെന്ന് മനസ്സിലാവുകയാണ്. അങ്ങനെ അതിന് ശേഷം അവിടേക്ക് ജലജ വരുന്നുണ്ട്. അങ്ങനെ ജലജ വന്നിട്ട് പറയുന്നുണ്ട്, നീ എന്താ ആകെ വിഷമിച്ചിരിക്കുന്ന പോലെ തോന്നുന്നുണ്ടല്ലോ നിൻ്റെ മുഖം കണ്ടിട്ട്, ഇവിടെ ആരും നിന്നോട് സംസാരിക്കാത്തത് കണ്ടിട്ടാണോ എന്ന് ചോദിക്കുകയാണ്. അത് വേറൊന്നല്ല, നിൻ്റെ അമ്മായിയമ്മ പറഞ്ഞിട്ടുണ്ട് നിന്നോട് ഇനി ഒരാൾ പോലും ഇവിടെ സംസാരിച്ച് പോകരുതെന്ന്. സംസാരിച്ചാൽ അത് വേറൊരു പ്രശ്നമുണ്ടായി പോകും, അതുകൊണ്ടാണ് എല്ലാവരും നിന്നോട് സംസാരിക്കാതിരിക്കുന്നതെന്ന് പറയുകയാണ്. ഇനിയിപ്പോൾ നിനക്ക് 2 ഓപ്ഷൻ മാത്രമേ ഉള്ളൂ, ഒന്നെങ്കിൽ ദേവയാനിയുടെ അടിമയായിട്ട് നിനക്കിവിടെ അവൾ പറയുന്നതനുസരിച്ച് നിൽക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നിനക്ക് ഇതെല്ലാം വിട്ടെറിഞ്ഞിട്ട് നിൻ്റെ വീട്ടിലേക്ക് പോകാം. ഈ 2 ഓപ്ഷൻ മാത്രമാണ് നിനക്ക് മുമ്പിലായിട്ടുള്ളൂ എന്ന് പറയുകയാണ്. അപ്പോൾ ഇത് കേട്ടിട്ട് എനിക്ക് ദേഷ്യം വരുന്നത്, നിങ്ങൾക്ക് മാത്രമായിരിക്കും ഈ 2 ഒരു വഴികൾ മാത്രമായിട്ടുണ്ടാവുക, എനിക്ക് 3ാമതൊരു വഴി കൂടി ഉണ്ടെന്നുള്ളൊരു കാര്യം നയന ജലജയോട് പറയുകയാണ്. ഇങ്ങനെയൊക്കെ ചെയ്താൽ പേടിച്ച് ഞാൻ വീട്ടിലേക്ക് ഓടിപ്പോകുമെന്ന് കരുതിയെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. നിങ്ങൾ പറഞ്ഞ ഈ ഓപ്ഷൻ 1ഉം 2ഉം അല്ലാതെ എൻ്റെ കയ്യിൽ 3ാമതൊരു ഓപ്ഷൻ ഉണ്ട്. ആരൊക്കെ മിണ്ടിയാലും ഇല്ലെങ്കിലും ഞാനിവിടെ പോരാടും, എൻ്റെ തന്ത്രം എനിക്കറിയാം, നിങ്ങൾ വെയിറ്റ് ചെയ്ത് കാത്തിരിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് നയന അവിടെ നിന്ന് നേരെ റൂമിലേക്ക് ചെല്ലുകയാണ്. അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ ആദർശമാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടുള്ളൊരു പടം വരയ്ക്കുന്നത് വേറൊന്നുമല്ല, നയനയോട് പറയാനുള്ള മടി കൊണ്ട് ആ ഒരു സിമ്പിളായിട്ട് ലൈറ്റ് വെയ്റ്റ് ഡിസൈനിൽ മാറ്റങ്ങൾ വരുത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഡിസൈൻസൊക്കെ കറക്റ്റ് ചെയ്ത് വരച്ചുകൊണ്ടിരിക്കുകയാണ് ആദർശ്. ആ സമയമാണ് നയന അവിടേക്ക് കടന്നു ചെല്ലുന്നത്. ആദർശ് എന്താണ് വരയ്ക്കുന്നതെന്ന് അറിയാനായിട്ട് നയന വന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ ആദർശ് കൈ കൊണ്ട് പറയുന്നുണ്ട് പോവാനായിട്ട് കാണിക്കുകയാണ്. അപ്പം നയന ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്താ മിണ്ടാത്തത്, നിങ്ങൾ എന്തീ വരച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ആദർശ് വീണ്ടും പോകാനായിട്ട് അവളോട് കൈകൊണ്ട് കാണിക്കുകയാണ്. എന്നിട്ട് അതിന് ശേഷം നയന നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് എനിക്കും കൂടി അറിയാനുള്ളൊരു അവകാശമില്ലേ എന്ന് പറഞ്ഞ് നയന വീണ്ടും നോക്കുമ്പോൾ ആദർശിന് ദേഷ്യം വന്നിട്ട് ആ പേപ്പർ അവിടെ മടക്കി വെച്ചിട്ട് ആദർശ് എണീക്കുകയാണ്. എന്നിട്ട് അവിടെ ചെന്നിട്ട് ഒരു ചെറിയൊരു പാഡ് എടുത്തിട്ട് അതിൽ റൈറ്റിംഗ് പാഡ് എടുത്തിട്ട് അതിൽ എഴുതുകയാണ്. ഞാൻ എന്ത് ചെയ്താലും നീ അതറിയേണ്ട കാര്യമില്ല, എനിക്ക് നിന്നോട് പറയേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് അത് ഒരു ഭിത്തിയിൽ ഒട്ടിക്കുകയാണ്. അപ്പം നയനെ ചോദിക്കുന്നുണ്ട്, പേപ്പറിൽ എഴുതി കൊടുക്കുകയാണ്, എന്താ കാര്യമെന്ന് എനിക്ക് അറിയണമെന്നുണ്ട്, അതെന്താണെന്ന് ചോദിക്കുമ്പോൾ വീണ്ടും ആദർശ അതേപോലെ നിന്നോട് പറയേണ്ട കാര്യമില്ല, നീ അതിൽ ഇടപെടേണ്ട കാര്യമില്ല, ഞാൻ പലതും വരയ്ക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കേറ്റം പോലെ ഓരോ പേപ്പറിൽ എഴുതി ചുമരിലൊട്ടിക്കുകയാണ്. അങ്ങനെ ലാസ്റ്റ് ആയപ്പോൾ ആദർശിന് ഒട്ടിക്കാൻ സ്ഥലമില്ലാണ്ടാവുന്നുണ്ട്. അപ്പോൾ ആദർശാണെന്നുണ്ടെങ്കിൽ ഒട്ടിക്കാൻ സ്ഥലമാണ് നിൽക്കുന്നത് കണ്ടിട്ട് നയനയ്ക്ക് ചിരി വരികയാണ്. അങ്ങനെ നയന് ചിരിക്കുന്ന സമയത്ത് ആദർശ ആ ദേഷ്യത്തിന് വന്നിട്ട് അവിടെ നെറ്റി തന്നെ വന്നിട്ട് ഒട്ടിക്കുകയാണ്. ഞാൻ എന്തൊക്കെ ചെയ്താലും നീ അത് അന്വേഷിക്കാനായിട്ട് വരണ്ട എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പം നയന ആദർശിനോട് പറയുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് ഇപ്പം ഇങ്ങനെ ഇരുന്ന് വരയ്ക്കുന്നത്, എന്താ കാര്യം എന്ന് നിങ്ങൾ പറയാതെ തന്നെ എനിക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും, അതെനിക്ക് സാധിക്കും, അത് നിങ്ങൾ കണ്ടോളൂ എന്ന് പറയുകയാണ്. എന്നിട്ട് അവിടെ നിന്ന് നേരെ നയന ഫോൺ എടുത്തുകൊണ്ട് പുറത്തേക്ക് പോവുകയാണ്. എന്നിട്ട് നയന നേരെ വിളിക്കുന്നത് പവിത്രയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ ബോസിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. ആ സമയം പവിത്ര പറയുന്നുണ്ട്, ഉണ്ട് മാഡം, അന്ന് മാഡം വരച്ച ലൈറ്റ് വെയ്റ്റ് ഡിസൈനിൽ പണിയാനായിട്ട് നോക്കിയപ്പോൾ അതിലെന്തൊക്കെയോ സാങ്കേതികമായിട്ട് ബുദ്ധിമുട്ടുകളൊക്കെ വന്നിട്ടുണ്ട്, അതുകൊണ്ട് ആ ഡിസൈൻസ് ഒന്നും കൂടി ചേഞ്ച് ചെയ്യാനായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറയുകയാണ്. അപ്പോൾ അതിൻ്റെ ഒറിജിനൽ ഫയൽ ചോദിച്ചപ്പോൾ മാഡത്തിൻ്റെ മെയിൽ ഐ ഡിയിലാണെന്ന് പറഞ്ഞപ്പോൾ എന്നെ വളരെയധികം ദേഷ്യപ്പെട്ടുമായിരുന്നു ആദർശ സാറ്. അപ്പോൾ ഇനി ആരും അത് ചെയ്യേണ്ട, ഞാൻ തന്നെ ചെയ്തോളാമെന്ന് പറഞ്ഞിട്ട് ഡിസൈൻസ് എല്ലാം വരയ്ക്കാനായിട്ട് സാറ് തന്നെ വരച്ചോളാമെന്ന് പറഞ്ഞ് ഏറ്റെടുത്തിരിക്കുകയാണ് എന്നുള്ളൊരു കാര്യം നയനയോട് പവിത്ര പറയുന്നുണ്ട്. അപ്പോൾ എന്നാൽ ശരി എന്ന് പറഞ്ഞ് പവിത്രയുടെ ഫോൺ കട്ടിരിക്കുകയാണ്. ആ സമയം നയന ആലോചിക്കുന്നുണ്ട്, ഓഹോ അപ്പോൾ എൻ്റെ അടുത്ത് സംസാരിക്കരുത് എന്ന് പറഞ്ഞതുകൊണ്ടാണ് എന്നോട് ഡിസൈൻസ് മാറ്റി വരയ്ക്കാനായിട്ട് പറയാനായിട്ട് ആൾക്ക് ബുദ്ധിമുട്ട്, അതുകൊണ്ട് സ്വന്തമായിട്ട് വരയ്ക്കാനായിട്ട് നോക്കുകയാണല്ലേ, ഓക്കെ ശരി, അപ്പോൾ എനിക്ക് എന്ത് ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം നന്നായിട്ട് എന്ന് നയന മനസ്സിലാലോചിക്കുകയാണ്. അങ്ങനെ നയനയെ കാണിച്ചുകൊണ്ട് മറ്റൊരു പത്തരമാറ്റിലെ എപ്പിസോഡ് തിരികെയാണ്. വീഡിയോ കാണുന്നത് നിങ്ങളെല്ലാവരും ഒരു ലൈക്ക് എന്നിട്ട് പോകാനായിട്ട് മറക്കരുത്. ഇതിൻ്റെ കണ്ടിന്യൂ ആയിട്ടുള്ള എപ്പിസോഡ്സ് കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ ഏറ്റവും പുതിയ പത്തരമാറ്റിലെ റിവ്യൂ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നവരേക്കും ബായ്.